ഇന്നേ നമുക്കൊരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയാലോ. ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ. ലിജുവിൻ്റെ ഫ്രണ്ട് സനീഷും ഫാമിലിയും ഞങ്ങൾക്ക് വേണ്ടി കൊടുത്തു വിട്ടതാണ്. അപ്പം ഞാനോർത്ത് ഇന്നത് ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം. ഇത് വാലും തലയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആയതാണേ. നമുക്കിത് ചൂടായ പാനകത്തോട്ടിട്ട് നമുക്കിത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ നമുക്ക് റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് അതിനകത്തോട്ട് വറ്റൽമുളക്, എൻ്റെ കയ്യിൽ ഉണ്ടമുളകായിരുന്നു കൂടുതൽ, അതുകൊണ്ട് ഞാൻ അതാണ് ഇട്ടത്. അത് കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനല്ലേ, ഏതായാലും പ്രശ്നമില്ല. അങ്ങനെ നമുക്ക് ചെറിയ തീയിൽ നമുക്കിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമേ. അപ്പോൾ ഇത് നമ്മൾ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിടിക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമുക്ക് മതി, അത്രയും റോസ്റ്റ് ചെയ്താൽ മതി. നമുക്കിനി അത് തീ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് ചെറിയ മിക്സിയിൽ കൊച്ചുള്ളി, കറിവേപ്പില, ഇഞ്ചി, ആ വറ്റൽമുളക്, വാളംപുളി, ഉപ്പ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണേ. അപ്പോൾ നമുക്കിത് ക്രഷ് ചെയ്യാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി കേട്ടോ, ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യമില്ല. അത് നമ്മൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. അതിനകത്തോട്ട് നമുക്ക് തേങ്ങ ചിരകിയതും പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ച ഉണക്കമീനുണ്ടല്ലോ, ചെമ്മീനുണ്ടല്ലോ, അതും കൂടെ ഇട്ട് നമുക്കൊന്ന് പൾസ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം പൾസ് ചെയ്തെടുക്കണം. അത് പാത്രത്തിലായിട്ടുണ്ട്. ഇതിങ്ങനെ അല്ല ചമ്മന്തി ഇരിക്കേണ്ടത്, നമുക്കിതിനെ ഒന്ന് പിടിച്ച് ഉരുട്ടിയെടുക്കണം. നല്ലതായിട്ട് ഉരുട്ടി നമുക്ക് എടുക്കാം. ഉണക്കമീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉരുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല കണ്ടോ, ഇപ്പം നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇവിടെ ട്രൈ ചെയ്യാൻ വേറെ ആരുമില്ല, പിള്ളേർ മാത്രമേ ഉള്ളൂ. അവർ ഇത്ര സ്പൈസി ആയിട്ടുള്ളത് കഴിക്കത്തില്ല. അപ്പം ഞാൻ തന്നെ ട്രൈ ചെയ്യാമേ. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ട്രൈ ചെയ്യുന്ന ഒരുപാട് കംപ്ലൈന്റ് ഉണ്ട്. ഇപ്പം എന്തോ ചെയ്യാൻ പറ്റും, ഞാനല്ലേ ഇവിടെ ഉള്ളൂ. സൂപ്പർ സാധനം കേട്ടോ, നല്ല സ്പൈസിയാണ്. നിങ്ങൾക്കറിയാലോ ഉണക്കമീൻ ചമ്മന്തി എന്നൊക്കെ പറഞ്ഞാൽ ചോറിനൂടെ കഴിക്കാൻ ഇത് മതി. നമുക്ക് വേറൊരു കൂട്ടാനും വേണ്ട. ചൂട് ചോറിനൂടെ അങ്ങോട്ട് ഇളക്കി കഴിക്കാനേ വേറൊരു സാധനവും വേണ്ട. അപ്പം പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.